ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഫാൻറ്റസി വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം എന്തോ സാധനം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. വേറൊന്നുമല്ല, നമ്മുടെ ചേനയാണ്. ചേന അധികം എന്താണ് സാമ്പാറിലോട്ടോ അല്ലെങ്കിൽ എരിശ്ശേരി ആയിട്ടൊക്കെയാണ് വെക്കുന്നത്. അപ്പം നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഒരു ചേന വെച്ചിട്ടൊരു മസാലക്കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ പോലെ നമുക്ക് ഉരുളൻകിഴങ്ങൊക്കെ നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലെയൊക്കെ വെക്കത്തില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു മസാലക്കൂട്ടൊക്കെ പ്രത്യേകം നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരു പുതിയ സൈസ് കറി വെക്കുവാണ്. അപ്പം ചേന കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ നമ്മളിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നമുക്ക് ചേന വെച്ചിട്ട്, അപ്പോൾ വലിയ ചേനയൊന്നുമല്ല ഞാനിവിടെ എടുത്തേക്കുന്നത്, ഒരു കഷ്ണം ചെറിയ ചേന. അപ്പം നമ്മൾ സാമ്പാറിൻ്റെ കിറ്റ് മേടിച്ചപ്പോഴത്തേക്ക് ഒരു ചേന കഷ്ണം കിട്ടി എനിക്ക് കേട്ടോ. ഇതാണ് നമ്മുടെ ചേന കഷ്ണം. ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ ഈ ചെറിയ കഷ്ണത്തിൽ നമുക്ക് എങ്ങനെ കറി വെക്കാമെന്ന് കാണാം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് കറി വെക്കാം. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളിവിടെ ചേനക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കഷ്ണം ചേന, പിന്നെ അതേ ഞാൻ എടുത്തേക്കുന്നത് ഒരു ഉണ്ട വെളുത്തുള്ളി മൊത്തത്തിൽ എടുക്കണ്ട, നമുക്കൊരു 10-12 അല്ലി വെളുത്തുള്ളി മതി. ഇതിപ്പം ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 10-12 അല്ലി വെളുത്തുള്ളി എടുക്കാം നമുക്ക്. പിന്നെ ദേ ഇതുപോലൊരു കഷ്ണം ഇഞ്ചിയുടെ പകുതി കഷ്ണം മതി. നമ്മുടെ ഒരു ചെറിയ കറിയാണ് വെക്കുന്നത്. പിന്നെ 2 സബോള, പിന്നെ ഒരു തക്കാളി വേണം. അത് ഞാൻ ലാസ്റ്റ് കറി താളിക്കാൻ നേരത്തിട്ട് നമുക്ക് തക്കാളി ഇടാം. അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ ചേനത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ്, ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചേന നിറക്കെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ, തിളച്ച് വറ്റണം, ചേന ഒന്ന് വെന്ത് വരട്ടെ. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചേനയാണ്. അപ്പം നമുക്ക് ഇങ്ങനെയും ഇത് കറി വെക്കാമെന്ന്. ഞാൻ അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു ഇടികല്ലിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി വെള്ളം കിടക്കുന്നു, അതൊന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഇന്നലെ എനിക്ക് 7 മന്തിൻ്റെ സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്. അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. നമ്മുടെ ചട്ടി ഇതേ ചൂടായി വരുന്നുണ്ട്. ഇച്ചിരി വെള്ളം കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത്. ഞാൻ ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഇതേ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. കറി വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 സവോള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കീറിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ കറിയെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഒന്ന് വെച്ച് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയണം. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. കാരണം നമ്മുടെ ചേന സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പം ചിലരിത് കറിയിൽ ഇടത്തില്ല. ചേന സാമ്പാറിലും അല്ലെങ്കിൽ എരിശ്ശേരിയൊക്കെ വെക്കാൻ മടിച്ചിട്ട് വെക്കത്തില്ല. അങ്ങനെ വല്ലപ്പോഴും കൂടിയൊക്കെ വെക്കുന്നത്. ഇതിങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇനി ചേന കളയത്തേയില്ല. അപ്പം ഞാൻ ഇച്ചിരി അത്യാവശ്യം വേഗമുള്ളൊരു ചേനയാണ് എടുത്തപ്പോൾ നമ്മുടെ വെച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വറ്റട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് ചേന വെന്തോന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതേ ഒന്ന് ഞാൻ ഇട്ട് കൊടുത്ത് ചൂടാക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകിൻ്റെ അളവ് കൂടുകയും കുറയും ചെയ്യാം. ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കണം. നമുക്ക് മിക്സിയിലെ ജാറിയിട്ട് ഫൈൻ പൗഡറാക്കി എടുക്കാതെയാണ്. ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്.
നമ്മുടെ കുരുമുളകും പെരുംജീരകവും എല്ലാം കൂടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. അപ്പം നല്ല മണമാണ് കേട്ടോ. ഇതിങ്ങനെ ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ കുരുമുളക് പൊടി ഒത്തിരി ഇടുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ടൊരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പച്ചമല്ലി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്. ഇപ്പം ഞാനിവിടെ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടാണ് ചൂടാക്കുന്നത്. നമുക്ക് മുളക് പൊടി ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്തേക്കുവാണ്. വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഞാനിപ്പം മുളക് പൊടി ചേർക്കുന്നില്ല. ഇങ്ങനെ വെച്ചാലാണ് കറി കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത്. അത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് സബോള അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായി അരിഞ്ഞ സബോള ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് വന്നതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പം ഞാൻ ഈ സമയത്ത് ഉപ്പിടുന്നില്ല. ചേനയ്ക്കകത്ത് ഉപ്പിട്ടത് കൊണ്ട് നമ്മളിതിനകത്ത് ഇനി കറി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ആ ചേനയ്ക്കകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. സബോള ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വെന്തുടയട്ടെ. നമ്മുടെ തക്കാളി ഇടാം. നല്ലപോലെ ഒന്ന് വെന്തുടയട്ടെ കേട്ടോ. മസാലപ്പൊടി സബോളയും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. മസാലയെല്ലാം നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്നുണ്ട്. അതിന് അധികം പച്ചമണമൊന്നുമില്ല. നല്ലപോലെ നല്ല മണമാണ്. ബീഫൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലുള്ളൊരു മണമാണ് കേട്ടോ ഈ മസാലപ്പൊടി ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക്. എല്ലാവരും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതേ അളവിൽ വേണം എടുക്കാൻ. നമ്മളിതിൻ്റെ നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചേന കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചേന തേൻ്റെ ഇപ്പോൾ വെന്തിരിപ്പുണ്ട് കേട്ടോ. നമുക്ക് അതുകൂടി കോരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ മാക്സിമം മൺചട്ടിയിലാണ് കറിയൊക്കെ വെക്കാൻ ശ്രമിക്കുന്നത്. ഉമ്മാക്ക് മൺചട്ടിയും മൺകടവും ഒക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാത്തിനും വലിയ ചെറിയ നമ്മളിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം നമുക്ക്. ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചേക്കുന്നുണ്ട്. ഇളക്കുമ്പോഴത്തേക്ക് ഫാന് സ്ലിപ്പായി പോകുന്നുണ്ട് കേട്ടോ. അതാണ്. അപ്പം ഞാനിത് നല്ലപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ കറി ഇതേ തിള വന്നിട്ടുണ്ട്. നമുക്കിത് മൺചട്ടിയിലോട്ട് തന്നെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ആ എണ്ണയൊക്കെ നിന്നിട്ട് എണ്ണ തിളച്ച് വരുന്നത് കാണാം. അപ്പം നമുക്ക് ഇത് മൺചട്ടിയിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് മൺചട്ടിയിലോട്ട് മാറ്റി ഒരു രണ്ട് കറിവേപ്പില ഇവിടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചേന മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. ഞാനിത് മൺചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഹായ്, അങ്ങനെ നമ്മുടെ ചേനക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നമ്മുടെ ഈ സ്പെഷ്യൽ ചേനക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരും വരെ താങ്ക് യു.